ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീനക്കാണ് കേട്ടോ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വീനക്ക് വരച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നും കേട്ടോ. അങ്ങനത്തെ ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യത്തെ ഇതിൽ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്തുനിന്നായിട്ട് കുത്തിയെടുത്തിട്ട് നമ്മളൊരു സീക്വൻസ് വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡിന് ചുറ്റുമായിട്ട് ഒരു 5 സീക്വൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് കിട്ടും. ചെറിയ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി വലിയ സീക്വൻസ് ആണെങ്കിൽ കുറച്ചും കൂടി വലിയ ഫ്ലവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് സീക്വൻസ് ആയതുകൊണ്ട് കുഞ്ഞ് ഫ്ലവേഴ്സാണ് നമുക്ക് വരിക. അപ്പോൾ ഞാനൊരു 5 സീക്വൻസ് വെച്ചിട്ട് ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ 6 ഡോട്ട്സിലും നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് അടുത്തത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കെട്ടിട്ട് അതിനുശേഷം വീണ്ടും അടുത്ത സ്ഥലത്തു നിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ നേരെ അടുത്ത ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു നൂലിൻ്റെ ആ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റണില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ് വെച്ചു. ഇനി അതിന് ചുറ്റുമായിട്ട് സീക്വൻസ് വെച്ച് കൊടുത്തിട്ട് ഫ്ലവർ ചെയ്തെടുക്കാം നമുക്ക്. ഇത് ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്, ആരി വർക്ക്, എംബ്രോയിഡറി, പെയിൻറ്റിങ് അതുപോലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് നോക്കി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് എംബ്രോയിഡറി വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ സീക്വൻസ് വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കെട്ടിട്ടെടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എംബ്രോയിഡറി വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 സ്റ്റാൻസിലാണ് ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളത്. 6 സ്റ്റാൻസിൽ എടുക്കണമെങ്കിൽ എടുക്കുക, കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ 3 സ്റ്റാൻസിൽ എടുത്തിട്ട് കുറച്ച് ലൂസായിട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വല്ലാണ്ട് കുഞ്ഞ് ഫ്രഞ്ച് നോട്ടായിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അത്രയും ചെറുതാക്കുന്നില്ല. അടുത്തത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലിയത് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ഞാനൊരു ഡാർക്ക് കളർ ക്ലോത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ ഫോണിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ തീരെ വീഡിയോ ഒരു ഇത് തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ ഒരു ക്ലോത്ത് അവിടെ വെച്ചിട്ടുള്ളത്. കുറച്ച് ഡാർക്കായിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ ഭയങ്കര നൈസ് ആയതുകൊണ്ടേ താഴേക്കാണ് ഭയങ്കര ലൈറ്റ് അടിച്ച് അങ്ങനെ തോന്നും. അത് കാരണം കൊണ്ടാണ് താഴെ ഒരു ഡാർക്ക് കളർ ക്ലോത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സ് ഇതിൻ്റെ എല്ലാം ഗ്യാപ്പിലായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്രഞ്ച് നോട്ടിലും 5 or 6 വട്ടം ഇതേപോലെ ചുറ്റിയെടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് കുത്തി കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വലുപ്പമുള്ള ടൈപ്പിലുള്ള ഫ്ലവർ കിട്ടും. 3 സ്റ്റാൻസിൽ എടുത്തത് കൊണ്ട് നമ്മൾ നന്നായി ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഫ്ലവറായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ലൂസാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ് കഴിയുമ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് ഇതുപോലെ വരും. ഇനി നമ്മൾ ഒന്നും കൂടി ആ ഒരു വി ഷേപ്പിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗ്യാപ്പ് കാണാനില്ലേ, ആ ഗ്യാപ്പെല്ലാം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ കട്ട് ബീഡ്സ് കണ്ടോ, ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെയിലും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ടൈപ്പിലുള്ള മൾട്ടി കളറിൽ വരുന്ന ടൈപ്പിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് റാൻഡമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് ചെയ്ത എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ വിഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിലൊന്ന് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കാണാനായിട്ട് പറ്റും.
അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഇതേപോലെ കിട്ടിട്ടിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ വ്യൂ ഇതേപോലെയാണ് വരുന്നത്. സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക്